ഈ കാണുന്ന ചെറിയ അക്വേറിയത്തിൽ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ 2 ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന 2 പോട്ടുകളിലായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത്. അനൂബിയാസ് വെറൈറ്റികളായിരുന്നു. ലെഫ്റ്റ് സൈഡിലുള്ള പോട്ടിൽ കാണുന്നത് അനൂബിയാസ് മിനിമ എന്ന് പറയുന്ന വെറൈറ്റിയും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന പോട്ടിലുള്ളത് അനൂബിയാസ് നാന എന്ന് പറയുന്ന വെറൈറ്റി ആയിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതായിരുന്നു. കാരണം നമ്മുടെ കയ്യിൽ ജാവ ഫേണുകൾ നിറയുണ്ട്. അത് നമ്മൾ സക്സസ്ഫുള്ളായിട്ട് വളർത്തി. അപ്പോൾ നമ്മൾ ഈ ഒരു അനൂബിയാസ് വെറൈറ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങിയതാണ്. പിന്നെ ഈ അക്വേറിയത്തിൻ്റെ ഗ്ലാസ്സിലൊക്കെ ആൽഗ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ. അതായത് സ്പോട്ട് പോലെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഈ ഒരു സമ്മർ സീസൺ ആയതുകൊണ്ട് വന്നതാണ്. ഈ ഒരു സമയത്താണ് ആൽഗ നല്ല രീതിയിൽ വളരുന്നത്. ഈ ചൂടും വെളിച്ചമൊക്കെ നല്ല രീതിയിൽ വരുമ്പോൾ ഇവരുടെ ഗ്രോത്ത് ഭയങ്കര ഫാസ്റ്റായിട്ട് വരും. അപ്പോൾ ഈ ചില്ലിലൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളം ഞാൻ 2 ദിവസം മുമ്പ് മാറ്റിയിരുന്നു. ആ സമയത്ത് നമ്മൾ പരമാവധി ഉരച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നാലും വല്ലാതെ നമ്മൾ സ്ക്രബ് ചെയ്ത് ഉരയ്ക്കാനൊന്നും പോയില്ല. നല്ല രീതിയിൽ അമർത്തി ഉരയ്ക്കുന്ന സമയത്ത് ആ ഒരു ആൽഗ അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ വല്ലാതെ ഉരച്ച് ക്ലീൻ ചെയ്യാനൊന്നും നിന്നില്ല. ജസ്റ്റ് പറ്റാവുന്ന രീതിയിലൊക്കെ ക്ലീൻ ചെയ്തെടുത്തു. കാരണം ഇത് ഔട്ട്ഡോർ വെച്ചിരിക്കുന്ന അക്വേറിയാണ്. ഔട്ട്ഡോർ നമ്മൾ എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചാലും ഇതേപോലെ ആൽഗ വരും. അപ്പോൾ നമ്മൾ വല്ലാതെ ഹാർഡ് വർക്ക് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. മാത്രമല്ല ഇതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഗ്ലാസ് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് വലിയൊരു ഗുണമൊന്നും കിട്ടാനില്ല. ഔട്ട്ഡോർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൽഗ വരും. അപ്പോൾ നമ്മൾ ഒരു നോർമലായിട്ടുള്ള രീതിയിൽ ക്ലീൻ ചെയ്താൽ മതി. പിന്നെ അവിടെ ഒരു പ്ലാറ്റിനം വൈറ്റ് ഏഞ്ചൽ നിൽക്കുന്ന കാണാം. ഇത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ പെൻഡിങ് ഉള്ള ഒരേ ഒരു ഏഞ്ചലാണ്. നമ്മുടെ കയ്യിൽ മുമ്പ് 2-3 ബ്ലാക്ക് മാർബിളുകളും അതുപോലെ പ്ലാറ്റിനം വൈറ്റും ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവരെ കൊണ്ട് നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിൽ ഇടുകയാണ് ചെയ്തത്. ഔട്ട്ഡോർ ടാങ്കിൽ നമുക്കറിയില്ല അവരിപ്പോൾ സർവൈവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ പെൻഡിങ് ഉള്ള ഒരേ ഒരു പ്ലാറ്റിനം വൈറ്റിനെയാണ് ഇപ്പോൾ ഈ ഒരു മിനി അക്വേറിയത്തിൽ നമ്മൾ ഇട്ടിട്ടുള്ളത്. കാരണം അതിനകത്ത് എന്തെങ്കിലും മീനുകൾ വേണം ഈ ചെടികൾ വളരാനായിട്ട്. അപ്പോൾ ആ ഒരു അക്വേറിയത്തിനകത്ത് നമ്മൾ പ്ലാറ്റികളുടെ കുഞ്ഞുങ്ങളെയായിരുന്നു മുമ്പ് ഈ ഒരു മിനി അക്വേറിയത്തിൽ ഇട്ടായിരുന്നത്. ആ പ്ലാറ്റികളുടെ കുഞ്ഞുങ്ങളെല്ലാം നമ്മളൊരു ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. പ്ലാറ്റികളുടെ കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ട്രേകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ തീർച്ചയായിട്ടും കാണിക്കാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ 2 ചെടികളെക്കുറിച്ചാണ് പറയുന്നത്. അതായത് അനൂബിയാസ് മിനിമയും അതുപോലെ തന്നെ അനൂബിയാസ് നാനയും. അപ്പോൾ ആദ്യം നമ്മൾ പുറത്തെടുത്തിട്ടുള്ളത് ഈ ഒരു അനൂബിയാസ് മിനിമ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഗ്രോത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും സ്ലോ ഗ്രോത്ത് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്തായാലും ഇതിനെക്കുറിച്ച് പറയാം. ഇതിൻ്റെ ഗ്രോത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാനേക്കാളും കുറച്ചും കൂടി ഫാസ്റ്റാണ് ഈ ഒരു അനൂബിയാസ് മിനിമയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. വാങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം വലുപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ വളർന്നിട്ടുണ്ട്. വളരെ സ്ലോ ഗ്രോത്ത് ആണ്. നമ്മുടെ ജാവ ഫോണൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്ലോ ഗ്രോത്ത് ആണ്. എങ്കിലും അത് വളർന്നിട്ടുണ്ട്. നമ്മൾ വാങ്ങിയ സമയത്ത് ചെറിയൊരു റൈസോം ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് നമുക്ക് കട്ട് ചെയ്യാനൊന്നും പറ്റുമായിരുന്നില്ല. അതായത് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള സൈസൊന്നും അതിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് വളർന്ന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പാകത്തിന് അതിൻ്റെ റൈസോം വളർന്നിട്ടുണ്ട്. റൈസോം എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു മെയിൻ തണ്ടിനെയാണ്. ഈ വേര് വന്നിരിക്കുന്നത് റൈസോമിൽ നിന്നാണ്. അതായത് മെയിൻ ആയിട്ടുള്ള തണ്ടിൽ നിന്നാണ്. ആ തണ്ടാണ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അതായത് 2-3 പീസുകളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സെപ്പറേറ്റ് ചെടികളായിട്ട് എടുക്കാം. ഇപ്പോൾ ഈ കാണുന്ന കണ്ടില്ലേ, ഞാൻ പിടിച്ചിരിക്കുന്ന ആ ഭാഗം തൊട്ട് അതിൻ്റെ എൻഡ് വരെ ആ തണ്ട് നമുക്ക് 3 പീസായിട്ട് ഏകദേശം കട്ട് ചെയ്യാൻ പാകത്തിന് വളർന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നൊന്നുമില്ല. കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് നമ്മളത് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. കുറച്ച് വളരട്ടെ എന്ന് വിചാരിച്ചു. കണ്ടില്ലേ, അതിൻ്റെ അവസാന ഭാഗത്തായിട്ട് പുതിയ മുളകൾ വന്നിട്ടുണ്ട്. അതായത് അത്യാവശ്യം കട്ടി കൂടിയ ചെറിയ റൈസോമുകൾ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്ത് സെപ്പറേറ്റ് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും ഇവർ നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. പിന്നെ ഇത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. കാരണം ഈ ഇത്തരം റൈസോം പ്ലാന്റ്സ് മെയിനായിട്ടും നമ്മൾ ഡ്രിഫ്റ്റ് വുഡിലും കല്ലിലൊക്കെ കെട്ടിവെച്ച് വേര് പടർത്തി വളർത്തുന്ന ചെടികളാണ്. ആ ഒരു ഇതിലാണ് ഇവർ കൂടുതലും ഫേമസ് ആയിട്ടുള്ളത്. ഇത്തരം റൈസോം പ്ലാന്റ്സ് സാധാരണ ഇത് മണ്ണിലൊന്നും നടാറില്ല. അപ്പോൾ മണ്ണിൽ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസോം മണ്ണിൻ്റെ അകത്തേക്ക് വെച്ച് നമ്മൾ നട്ട് പിടിപ്പിക്കരുത്. ഇതിൻ്റെ വേര് മാത്രം വേണം നമ്മൾ അകത്തേക്ക് വെക്കാനായിട്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ വേര് മാത്രം മണ്ണിലേക്ക് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തേക്കാണ്. ആ തണ്ട് റൈസോം മൊത്തമായിട്ട് വെള്ളത്തിന് പുറത്ത്, അതായത് മണലിന് പുറത്താണ് നിൽക്കുന്നത്. ഈ റൈസോം ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് റൈസോം പുറത്തേക്ക് നിർത്തി വേര് മാത്രം മണലിൻ്റെ ഉള്ളിലേക്ക് വെച്ച് അങ്ങനെ നമുക്ക് മണലിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പോട്ടിനകത്ത് മണലിൽ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് വളരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ചൂടുകാലം ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു അക്വേറിയത്തിനകത്ത് ആൽഗെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൽഗെ ഈ ഒരു ചെടിച്ചട്ടിയുടെ സൈഡിലും ഈ ഇലകളുമൊക്കെ വന്നിട്ടുണ്ട്. ക്യാമറയിൽ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും, പക്ഷേ ക്യാമറയിൽ അത് ക്ലിയർ ആവുന്നില്ല. കാരണം ഈ ഇലകളുമൊക്കെ ചെറിയ രീതിയിൽ ആൽഗെ വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കണ്ട നമ്മുടെ അനൂബിയാസ് മിനിമ എന്ന് പറയുന്ന വെറൈറ്റി നല്ല രീതിയിൽ തന്നെ വളരുന്നുണ്ട്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഈ അനൂബിയാസ് നാന എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് ചെറിയ സൈസ് ആയതുകൊണ്ടാണ് ഇതിന് നാന എന്നുള്ള പേര് വരുന്നത്. ഇതിൻ്റെ ഇലകളെല്ലാം കണ്ടില്ലേ, തീരെ ചെറിയ ഇലകളാണ്. പിന്നെ മാത്രമല്ല ഒരു ചെറിയ ചെടിയാണ്. നേരത്തെ കാണിച്ച മിനിമ എന്ന് പറയുന്ന വെറൈറ്റി കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കണ്ടില്ലേ, തീരെ ചെറിയൊരു ചെടിയും ഇലകളൊക്കെ വളരെ ചെറുതാണ്, ആ പേര് പോലെ തന്നെ.
ഇതും ഗ്രോത്ത് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഗ്രോത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ വളരെ സ്ലോ ആണ്. നമ്മൾ കൊണ്ടുവന്നേക്കാളും ഗ്രോത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇലകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ തുടക്കത്തിൽ കാണിക്കുമ്പോൾ ഇതിന് കുറച്ച് ഇലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ പല സൈഡുകളിലേക്കായിട്ട് ഇലകൾ വളർന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. ഇപ്പം നേരത്തെ കാണിച്ച വെറൈറ്റി ആണെങ്കിലും, അതായത് മിനിമ ആണെങ്കിലും ഈ ഒരു നാന ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഇലകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, നല്ല എന്താ പറയുക ഡാർക്ക് പച്ച കളറിലാണ് നിൽക്കുന്നത്. ഇലകൾക്ക് കേടുപാടുകളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇതുപോലെ ചില ഇലകൾ ഇങ്ങനെ പഴുക്കുന്നുണ്ട്, പക്ഷേ അത് മൊത്തമായിട്ട് പഴുത്ത് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. സാധാരണ ഇലകളൊക്കെ കൊഴിഞ്ഞു പോകുന്ന പോലെ, അല്ലാണ്ട് ചീഞ്ഞു പോവുക, കേടായി പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്തരത്തിലുള്ള റൈസോം പ്ലാന്റ്സ് വളർത്താനായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. കാരണം ഇതിൻ്റെ കെയർ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമുക്ക് പ്രത്യേകിച്ച് കെയർ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ലൈറ്റിൽ വളരുന്ന ചെടികളാണ് റൈസോം പ്ലാന്റ്സ് മെജോറിറ്റിയും. ജാവ ഫേൺ ആണെങ്കിലും ഈ അനൂബിയാസ് വെറൈറ്റികളാണെങ്കിലും സ്ലോ ഗ്രോത്ത് ആണ് എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി പ്രൊപ്പഗേഷനും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. അതുപോലെ പെട്ടെന്ന് ആൽഗെ വന്നാലൊന്നും കേടായി പോവില്ല, ലോ ലൈറ്റിൽ നിൽക്കും. പിന്നെ ബാക്കി വെള്ളത്തിലുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ ഇവരങ്ങ് വളർന്നോളും. പിന്നെ റീപ്രൊഡക്ഷൻ്റെ കാര്യമാണ്, വളരെ സിമ്പിളാണ്. ഇതിൻ്റെ റൈസോം നമ്മൾ പല പല പീസുകളായിട്ട് കട്ട് ചെയ്ത് സെപ്പറേറ്റ് നട്ട് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെടികളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അതാണ് റൈസോം പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ റീപ്രൊഡക്ഷൻ മെത്തേഡാണ്. ഈവൺ ചെറിയൊരു അക്വേറിയം, നമ്മളിപ്പോൾ വലിയ അക്വേറിയം ഒന്നും വേണമെന്നില്ല, നിങ്ങൾ സ്ക്വയർ ഷേപ്പിലുള്ള അക്വേറിയങ്ങളൊക്കെ കണ്ടാണ്, ക്യൂബ് അക്വേറിയങ്ങൾ. അതിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ചെടികളാണ് ഈ ജാവ ഫേൺ, അനൂബിയാസ് വെറൈറ്റിയിൽ പെട്ട ചെടികൾ. മറ്റ് ചെടികൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് ട്രിമ്മിങ്ങും കാര്യങ്ങളൊക്കെ. ഇതിനങ്ങനെ ട്രിമ്മിംഗ് ഒന്നും വരുന്നില്ല, കാരണം ഇവർ സ്ലോ ഗ്രോത്ത് ആയിട്ട് ഇങ്ങനെ കുറ്റിച്ചെടി പോലെ നിൽക്കുന്ന ചെടികളായതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് വളരെ എളുപ്പമാണ്, കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ പെട്ടെന്ന് കേടായി പോകുന്ന ചെടികളുമല്ല, നല്ല രീതിയിൽ എന്താ പറയുക നല്ല ഹാർഡി ആയിട്ടുള്ള ചെടികളാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ രണ്ട് അനൂബിയാസ് വെറൈറ്റികൾ, അനൂബിയാസ് മിനിമയും നാനയും നല്ല രീതിയിൽ തന്നെ വളരുന്നുണ്ട്. സ്ലോ ഗ്രോത്ത് ആണെന്നുണ്ടെങ്കിലും കേടുപാടുകൾ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് നാൾ കൂടി നമ്മൾ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്, ഇതിൻ്റെ റൈസോം കുറച്ചും കൂടിയും വലുപ്പം വെക്കാനായിട്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളത് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇവരുടെ ഒരു അപ്ഡേറ്റ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.